നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ പറഞ്ഞൊരു കാര്യത്തിന് അച്ഛൻ ഇത്രയും തെറ്റായാണത് മനസ്സിലാക്കിയതെങ്കിൽ അച്ഛൻ എന്നോട് ദേഷ്യമുണ്ട്. ഞാൻ ഇറങ്ങിക്കഴിഞ്ഞിട്ട് മനസ്സിൽ എന്നെ ശപിക്കാൻ നിൽക്കണ്ട. ഇപ്പൊ തന്നെ എന്റെ തലയിൽ കൈവച്ച് എന്നെ ശപിച്ചോളൂ. നിനക്ക് നിന്റെ പണത്തിന്റെ ഹുങ്കുണ്ടാവും, പക്ഷേ ഞങ്ങളുടെ മോൾക്ക് ഞങ്ങൾ കൊടുക്കുന്നേ ആത്മാഭിമാന. ആ കുടുംബത്തിനകത്ത് അവൾ അനുഭവിക്കുന്നതൊക്കെ എന്റെ മക്കൾ എന്നോട് പറഞ്ഞു. നിത്യപരാതി ഒന്നും പറഞ്ഞില്ല, പക്ഷേ അവളെ കണ്ട എനിക്കറിയാം, അവളുടെ കണ്ണിൽ നോക്കി എനിക്കറിയാം. ഇതൊക്കെ കേൾക്കുമ്പോ നിന്റെ മുഖത്തുള്ള ഈ പുച്ഛമുണ്ടല്ലോ, ഞാനൊന്ന് പ്രതികരിക്കാൻ തീരുമാനിച്ച അന്ന് തീരൂ ഇതൊക്കെ. മാർക്കറ്റിലും പരിസരത്തും ഒക്കെ ഇടയ്ക്കൊന്ന് വന്ന് ചോദിച്ചു നോക്കണം, ശിവാനന്ദൻ ഒരു കാര്യം പറഞ്ഞ ചെയ്യുമോന്ന്. നെഞ്ചില് കുത്തുമെന്ന് പറഞ്ഞ കുത്തിയിരിക്കും. നിങ്ങളെക്കുറിച്ച് അറിയാൻ വേണ്ടി മാർക്കറ്റിലേക്ക് വരാൻ എനിക്ക് താല്പര്യമില്ലെങ്കിലോ? ആ മാർക്കറ്റിനേക്കാളും വലിപ്പമൊന്നുമില്ലല്ലോ തന്റെ വലിപ്പം. ഉണ്ടോ? താൻ എന്തോടെ കരുതിയിരിക്കുന്നത്? ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുത്ത കൊണ്ടുപോയതിന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും തനിക്ക് തലയിടാമോ? അത് വെറും തോന്നലാണ് കാരണവരെ. ഞാൻ വിവാഹം കഴിച്ചതേ എനിക്ക് ജീവിക്കാനാ. ഞാൻ ജീവിക്കുന്നത് എന്റെ ജീവിതം. അതിനകത്ത് നിങ്ങൾക്ക് പിടിക്കാത്ത ഒരുപാട് കാരണങ്ങളുണ്ടാവും. അതിന് കണക്ക് ചോദിച്ച് നെഞ്ചത്ത് കുത്താൻ വേണ്ടി വന്ന എന്റെ രീതി അങ്ങ് മൊത്തത്തിൽ തീർക്കാന്നുള്ളതാ. മനസ്സിലായോ കാരണവരെ? ഈ അച്ഛനും അമ്മയും മക്കളും കൂടെ കെട്ടിപ്പിടിച്ച് പറയുന്ന വൃത്തികെട്ട സെന്റിമെന്റ്സ് ഉണ്ടല്ലോ, അത് കേട്ട എനിക്ക് അറപ്പാന്നേ. ചെറിയച്ഛൻ കാരണവരൊരു കാര്യം ചെയ്യും, മനസ്സിലങ്ങ് കുറിച്ചിട്ടോ. ജീവനെതിരെ വാളെടുത്താലുണ്ടല്ലോ, ഞാൻ കെട്ടിക്കൊണ്ടുവന്നവള് മാത്രമല്ല, തന്റെ വീട്ടിലുണ്ടല്ലോ പിള്ളേര്, അവർക്കൊക്കെ ഒരു ഭാവിയില്ലേ? മോനെ ജീവ, മോനെ നമുക്ക് പോയാലോ? ഞാൻ ചെറിയച്ഛനോടെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോന്നു ചോദിക്കായിരുന്നു. നമുക്കിറങ്ങാം. ആ പോവാമേ. അപ്പൊ പറഞ്ഞ പോലെ തന്നെ നിത്യമോള് ചെയ്തു അല്ലേ? സ്വന്തം അച്ഛൻ ഇങ്ങനെ ഈ അവസ്ഥ കിടക്കുമ്പോ എങ്ങനെ നിനക്ക് ഇവിടുന്ന് ഇറങ്ങി പോവാൻ തോന്നുന്നേ? കഷ്ടം തന്നെ. നളിനി, നീ കാര്യം അറിയാതെ സംസാരിക്കരുത് കേട്ടോ. ഇതിലെന്താ പ്രത്യേകിച്ച് കാര്യം അറിയാൻ? ഇതാ പണ്ടേ ഞാൻ പറയുന്നേ, കൊട്ടാരവും സ്വത്തും ഒക്കെ നോക്കി പെങ്കൊച്ചിനെ കെട്ടിച്ചു കൊടുത്താലേ ഓടി നടന്ന തറയിൽ ചവിട്ടാൻ പോലും പുച്ഛായിരിക്കും. മിണ്ടായിരിക്കാൻ. നീ അകത്ത് പോ. എടി പോവാൻ. ആ, ഞാനൊന്നും പറയുന്നില്ലേ. ശിവാനന്ദ, നാളെ വീട്ടിലൊരു ഫംഗ്ഷനുണ്ട്. എന്റെയും രഘുവേട്ടന്റെയും വിവാഹ വാർഷികമാണ്. ചെറിയ രീതിയിലൊന്ന് ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുക. ശിവാനന്ദനും ചന്ദ്രികയും മക്കളും എല്ലാവരും വരണം. ആ മോളെ, നീ അച്ഛനോട് പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞിട്ട് വരാം. നളിനിയോട് ഞാനൊന്ന് പറയട്ടെ. ഇനിയിപ്പോ കൂട്ടത്തിൽ നിന്ന് നളിനിയെ മാത്രം എന്തിനാ മാറ്റുന്നത്?
അച്ഛ, ഞങ്ങളിപ്പോ ഇറങ്ങും. നാളെ അവിടെ അച്ഛന്റെ അമ്മയുടെയും വിവാഹ വാർഷികം. ഒരു ചെറിയ സെലിബ്രേഷൻ വെച്ചിട്ടുണ്ട്. എല്ലാവരെയും കൂട്ടി അച്ഛൻ വരണം. ഞാൻ വരില്ല. അവിടെ വരാനും ചടങ്ങിൽ പങ്കെടുക്കാനുള്ള യോഗ്യത ഒന്നും എനിക്കില്ല. വെറുപ്പ് കുറഞ്ഞില്ല എന്നോട്, അല്ലേ? എന്റെ അച്ഛനെ ഞാൻ കണ്ടിട്ടുള്ളത് പണവും സൗകര്യങ്ങളും കുറഞ്ഞാലും ഉള്ള സൗകര്യങ്ങളിൽ രാജാവായി ജീവിക്കുന്ന ഒരാളായിട്ടാ. അച്ഛന്റെ കാര്യത്തില് അതെന്നും നിലനിർത്തണമെന്നാ ഞാൻ ആഗ്രഹിച്ചത്. ഞാൻ പറഞ്ഞൊരു കാര്യത്തിന് അച്ഛൻ ഇത്രയും തെറ്റായാണത് മനസ്സിലാക്കിയതെങ്കിൽ അച്ഛൻ എന്നോട് ദേഷ്യമുണ്ട്. ഞാൻ ഇറങ്ങിക്കഴിഞ്ഞിട്ട് മനസ്സിൽ എന്നെ ശപിക്കാൻ നിൽക്കണ്ട. ഇപ്പൊ തന്നെ എന്റെ തലയിൽ കൈവച്ച് എന്നെ ശപിച്ചോളൂ. ഏത് നന്മയിലും ഞാൻ ചിന്തിക്കുന്നത് എന്റെ അച്ഛന്റെ പേരാ. എനിക്ക് സന്തോഷം തോന്നുന്ന ഓരോ മുഹൂർത്തത്തിലും ഞാൻ മനസ്സിൽ കാണുന്നത് അച്ഛന്റെ മുഖം. എപ്പോഴെങ്കിലും ഒരിക്കലും ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ അർത്ഥം അച്ഛന് മനസ്സിലാവും. അച്ഛൻ എന്നോട് ക്ഷമിക്കുന്നില്ലെങ്കിൽ മുറിവോടെ എനിക്ക് ഇവിടുന്ന് പോവാൻ പറ്റും. ആ മുറിവ് ഇനി ഒരിക്കലും ഉണങ്ങുകയില്ല. ഞാൻ പോയിക്കോട്ടെ. ഈ ഒറ്റയ്ക്കൊരു വീട്ടില് ചുറ്റുപാടും ആരും ഇല്ലാതെ രണ്ടുപേര് മാത്രം കഴിയുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. അതിലൊരാളുടെ മുഖം ചെറുതായൊന്ന് മുഷിഞ്ഞാല് മറ്റാൾക്ക് വേദനിക്കും. അതിലൊരാൾ സങ്കടപ്പെട്ട അപ്പുറത്തെ ആളെ കരയാൻ തുടങ്ങും. ഞാനെന്ത് ചെയ്യാം? അങ്ങനെ ശീലിച്ചതല്ലേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.